जिंदाबाद, GCA जिंदाबाद, KK राधाकृष्ण जिंदाबाद, GCA जिंदाबाद. ജില്ലയിൽ നൂറുകണക്കിന് കരാറുകാർ നമ്മുടെ കൂടെയുള്ള ആളുകൾ ഈ പ്രവൃത്തികളിൽ നിന്ന് വിടുതൽ ചെയ്തു പോവുകയാണ്. ചെറുകിട കരാറുകാരെ സംരക്ഷിക്കേണ്ടുന്ന ഒരു നിലപാടും ഈ മേഖലയിൽ പുതുതായി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ലേബർ കോൺട്രാക്ടർ സൊസൈറ്റികൾ ഈ നാട്ടിലെ മുഴുവൻ പ്രവൃത്തികളും ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് അനുകൂലമായ എല്ലാ ഘടകങ്ങളും നിലനിൽക്കുക. അവർക്ക് ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ എസ്റ്റിമേറ്റ് റിവേഴ്സ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അവർക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലേക്കാണ് നമ്മുടെ സംവിധാനം മുന്നോട്ട് പോകുന്നത്. നേരെ മറിച്ച് ഒരു കരാറുകാരൻ എസ്റ്റിമേറ്റ് റിവേഴ്സ് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അത് 5-6 മാസത്തേക്ക് നീണ്ടുപോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ തത്വത്തിൽ നമുക്ക് ചെറുകിട കരാറുകാർക്ക് വലിയ തരത്തിൽ അതുപോലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം പരിഹരിക്കത്തക്ക രീതിയിൽ നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഉള്ള ഒരു സമയം കൂടിയാണ് ബഹുമാനപ്പെട്ട MLAയോട് ഈ അധ്യക്ഷ പ്രസംഗത്തിൽ അധിക പ്രസംഗമായി കരുതരുത്. നമുക്ക് വല്ലാത്ത പ്രയാസത്തിലാണ് നമ്മളെല്ലാവരും. ഇപ്പോൾ പൊതുമരാമത്ത് മേഖലയിൽ എല്ലാ റോഡുകളും ക്ലബ്ബ് ചെയ്ത് വലിയ റോഡുകളാക്കി അതിൻ്റെ മെയിൻ്റനൻസ് ടെൻഡർ ചെയ്ത് മെയിൻ്റനൻസ് വർക്കുകൾ ഏറ്റെടുത്ത് കരാറുകാർ മുമ്പോട്ട് പോകണം. ചെറുകിട കരാറുകാർക്ക് ആർക്കും തന്നെ അത്തരം പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല, മെയിൻ്റനൻസ് പ്രവൃത്തികളിലൊന്നും അവർക്ക് പ്രവൃത്തി ഏറ്റെടുക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള പ്രവൃത്തികളിലൊന്നും ഇപ്പോൾ ഈ ഇരിക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷം ആളുകളുടെയും സാന്നിധ്യമില്ല. പിന്നെ അവിടെ നടക്കുന്ന പ്രവൃത്തികൾ വൻകിട മുതലാളിമാർക്കും അതുപോലെ തന്നെ ലേബർ കോൺട്രാക്ടർ സൊസൈറ്റി ഉൾപ്പെടെയുള്ള ആളുകൾക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെല്ലാം ഒരു മാറ്റമുണ്ടാകണം എന്ന് ഞങ്ങൾ ഈ സമ്മേളനത്തിൽ ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട MLAക്ക് ചെയ്യാൻ സാധിക്കുന്ന പരിധിക്കകത്ത് നിന്നുകൊണ്ട് നമ്മളെ സഹായിക്കണം എന്ന് ഇവിടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയുന്നത്, പ്രധാനമായും നമ്മളിന്ന് നമ്മുടെ കൂടെ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ അവരുടെ കുടുംബത്തെ സഹായിക്കുന്ന ഒരു അതിപ്രധാനമായ ചടങ്ങ് കൂടി MLA ഇവിടെ നിർവഹിക്കും. നമ്മളെ സംബന്ധിച്ച് ഈ ജില്ലക്കകത്ത് ഏറ്റവും കൂടുതൽ കരാറുകാർ അംഗങ്ങളായിട്ടുള്ളൊരു സംഘടനയാണ് GCA. ആ GCAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ കരാറുകാരുടെ ക്ഷേമമാണ്. അപ്പോൾ നമ്മുടെ കൂടെ നിന്ന് മൺമറഞ്ഞു പോയ ആളുകളുടെ കുടുംബത്തെ ഒരു കൈ കൊടുത്ത് സഹായിക്കുക എന്നുള്ളത് നമ്മളെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം കൂടിയാണ്. അത് മരണപ്പെട്ടവരെ സഹായിക്കുന്നു, അവരുടെ കുടുംബത്തെ സഹായിക്കുന്നതോടൊപ്പം ചികിത്സയ്ക്ക് വേണ്ടി പ്രയാസപ്പെടുന്ന ആളുകൾക്കും ചികിത്സാ സഹായമായും നമ്മുടെ ഫണ്ടുകൾ കൈമാറിയിട്ടുണ്ട്. ഇനിയും അത് തുടരുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്തരം ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ സംഘടന ഇന്ന് അവരുടെ കുടുംബാംഗങ്ങളെയെല്ലാം വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവർക്ക് അതിൻ്റെ സഹായം പ്രിയപ്പെട്ട MLA മുഖാന്തരം നമ്മൾ നൽകും. അതോടൊപ്പം തന്നെ നമ്മുടെ ഇടയിൽ ഉന്നത വിദ്യാഭ്യാസം എന്ന് നമ്മൾ ഉദ്ദേശിച്ചത് +2 SLC മുഴുവൻ വിഷയത്തിലും A+ നേടിയ നമ്മുടെ മക്കളെ ആദരിക്കുന്നൊരു ചടങ്ങ് കൂടിയുണ്ട്. ആ ചടങ്ങ് കൂടി ഇവിടെ നടത്തി ഇതിൻ്റെ മുഖ്യ പ്രഭാഷണം രാധാകൃഷ്ണൻ നടത്തിയതിന് ശേഷം സംഘടനാ ചർച്ച നടക്കും. അതിലെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും പിന്തുണയും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരണീയനും ബഹുമാന്യനുമായ അഴീക്കോടിൻ്റെ MLA പ്രിയപ്പെട്ട KV സുമേഷ് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് ഗവൺമെൻറ്റിൻ്റെ കോൺട്രാക്ടർമാർ ആയി ഈ നാടിൻ്റെ പൊതു അടിസ്ഥാന വികസന മേഖലയിൽ അതിൻ്റെ വളർച്ചയിൽ വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് നിങ്ങൾ. കേരളം എന്നത് നമുക്കറിയാം വലിയ വിഭവങ്ങളുള്ളൊരു സംസ്ഥാനമല്ല. വിഭവങ്ങൾ പരിമിതമായ ടാക്സിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. അതിപ്പോൾ ആര് കേരളം ഭരിച്ച ഘട്ടത്തിലും അങ്ങനെയാണ് ഉണ്ടാകുക. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ GST വന്നതോടുകൂടി കേരളത്തിൻ്റെ വരുമാനത്തെ അത് സാരമായിട്ട് ബാധിച്ചിരിക്കുകയാണ്.
കേരളത്തിൽ ഇനി എലക്ട് ചെയ്യാൻ പോകുന്ന ഏതൊരു ഗവൺമെൻറ്റും അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് 100 രൂപ നേരത്തെ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് 72 രൂപയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് 100 രൂപ സെൻട്രൽ ഗവൺമെൻറ് പിരിക്കുമ്പോൾ 22 രൂപയെ അവർ തരുന്നുള്ളൂ. 72 രൂപയ്ക്ക് ചെയ്ത കാര്യം 22 രൂപയ്ക്ക് ചെയ്യേണ്ടി വരുന്നതാണ് ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് അഭിമുഖീകരിക്കുന്ന അസാധാരണമായ ഒരു സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഭാഗമായി ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ച ഒരു സംഘടന എന്ന നിലയിൽ നിങ്ങളുടെ മെമ്പർമാർ പൊതുവിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കും. നിങ്ങൾ മാത്രമല്ല, കേരളത്തിൽ ഏതാണ്ട് ഈ സ്കൂളിൽ കഞ്ഞി വയ്ക്കാൻ പോകുന്ന പാചക തൊഴിലാളി ഉൾപ്പെടെ ഈ പ്രതിസന്ധി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യം പോലും സർക്കാർ പൂർണ്ണമായിട്ട് കൊടുക്കാൻ കഴിയാത്തൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു പോക്ക് ഏതാണ്ടുള്ളത്. ഉദ്യോഗസ്ഥ തലത്തിലെ ചില അലസതയും മെല്ലപ്പോക്കും ചിലരെ സംബന്ധിച്ച് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സാമ്പത്തികമായ മേഖലയിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നവും പൊതുവിൽ ഗവൺമെൻറ്റിനെ, പക്ഷെ അത് മറികടക്കാനുള്ള ശ്രമം ഗവൺമെൻറ് ഇപ്പോൾ ആരംഭിക്കുകയും പരിപൂർണമായി കോൺട്രാക്ടർമാരുടെ കുടിശ്ശിക MLA-മാരുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തപ്പോൾ MLA-മാരായ പലരും ഈ മേഖലയിൽ, നിർമ്മാണ മേഖലയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ കാര്യം സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ആ യോഗത്തിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ആ യോഗത്തിൽ MLA-മാരോട് പറഞ്ഞത് വളരെ പെട്ടെന്ന് തന്നെ പൂർണ്ണമായും കുടിശ്ശിക കൊടുത്തു തീർക്കാൻ ആവശ്യമായ, അപ്പോഴാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. ഏതാണ്ട് ഈ മാർച്ച് മാസം മുന്നേ തന്നെ കൊടുത്തു തീർക്കാൻ ആവശ്യമായ ഒരു പദ്ധതി ധനവകുപ്പ് ആലോചിക്കുന്നുണ്ട് എന്നതാണ് ആ ഘട്ടത്തിൽ അന്നത്തെ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൻ്റെ ഒരു മധ്യസമയത്ത് വിളിച്ചു ചേർത്ത സമയത്ത് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ പലരും പല മേഖലയിൽ ഈ കാര്യം പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇന്നത്തെ ഈ ഇവിടെ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നു എന്ന നിലയിൽ ഇവിടെ സൂചിപ്പിച്ച വിഷയവും നിങ്ങളിതിനൊരു റെപ്രസെൻറ്റേഷനായിട്ട് തന്നാൽ ആ റെപ്രസെൻറ്റേഷൻ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഇതിനാവശ്യമായ ഇടപെടൽ നടത്തുന്നതിനും നമ്മുടെ എല്ലാം പരിപൂർണമായ പിന്തുണ ഈ മേഖലയിൽ ഉണ്ടാവും എന്ന കാര്യം ഇവിടെ സൂചിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ പറയാം. നമ്മളൊരു പുതിയ കാലത്തെയാണ് പ്രധാനമായി അഭിസംബോധന ചെയ്യുന്നത്. ഒട്ടേറെ പ്രശ്നങ്ങൾ, ഇപ്പോൾ GST കണക്കാക്കുന്നതിലെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഒരു എഞ്ചിനീയർ തയ്യാറാക്കിയ അയാളുടെ അതിൻ്റെ എസ്റ്റിമേറ്റ് അത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളിപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും യാഥാർത്ഥ്യബോധമില്ലാതെ തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റുകൾ വഴി സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. സയൻറ്റിഫിക് അല്ലാത്ത സ്വീകരിക്കുന്ന നിലപാടുകളുണ്ട്. കോൺട്രാക്ടർമാരെ വലിയ മുതലാളിമാരായി കണ്ട് അവരെ എങ്ങനെയും ദ്രോഹിക്കുക എന്ന ആറ്റിറ്റ്യൂഡ് സ്വീകരിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വസ്തുതയാണ്. ഏതായാലും പൊതുവിൽ ഈ കേരളത്തിൻ്റെ പൊതുവളർച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് തൊഴിലാളികളെയും പാവപ്പെട്ടവരുടെയും ജീവിതത്തെ ഈ നിർമ്മാണ മേഖല, കൺസ്ട്രക്ഷൻ മേഖല അത് വഹിക്കുന്ന പങ്ക് നിസ്സാരമല്ല. പലർക്കും ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ സഹായിക്കുന്നത്, സമ്പദ്ഘടനയുടെ ഒരു പൊതു വളർച്ചയ്ക്ക് ഗുണമായി മാറുന്നത് നിർമ്മാണ മേഖലയുടെ ചലനം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ മേഖലയിലെ മെറ്റീരിയൽ, കോറി, പൂഴി മേഖലയിൽ അഭിമുഖീകരിക്കുന്ന പാരിസ്ഥിതികമായ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചിലർ ഉണ്ടാക്കുന്ന വിഷയങ്ങളും അതിൻ്റെ ഭാഗമായി ഗവൺമെൻറ്റിന് സ്വീകരിക്കേണ്ടി വരുന്ന ചില നടപടികളും എല്ലാം പൊതുവിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഏകപക്ഷീയമായി കോറി ഈ നിർമ്മാണ അസംസ്കൃത മേഖലയിലെ വിലവർധനവും ചില ഘട്ടത്തിൽ ചില പ്രശ്നങ്ങൾ സ്വാഭാവികമായും തയ്യാറാക്കുന്ന എസ്റ്റിമേറ്റ് വെച്ച് വർക്ക് തീർക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളും പൊതുവിൽ അഭിമുഖീകരിക്കുന്നതായിട്ട് തന്നെ മനസ്സിലാകുന്നു. ഏതായാലും ഇങ്ങനെയെല്ലാം വരുന്ന വിഷയങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലെല്ലാം പൊതുവിൽ ഇടപെട്ട് നമുക്ക് ഈ കാര്യങ്ങളിലെല്ലാം എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം ഗവൺമെൻറ്റിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ധനവകുപ്പിൻ്റെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി കാലാനുസൃതമായി ഈ കാര്യങ്ങളിൽ, നിർമ്മാണ മേഖലയിൽ, കാരണം ഇത് സമ്പദ്ഘടനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കൺസ്ട്രക്ഷൻ മേഖല എന്നത്. കൺസ്ട്രക്ഷൻ മേഖലയിൽ ഉണ്ടാകുന്ന ഏത് ചെറിയ പ്രശ്നവും ഈ നാട്ടിലെ സാധാരണക്കാരുടെ ജീവിതത്തെയാണ് സാരമായിട്ട് ബാധിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സമ്മേളനം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളും ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങളും അത്തരം വിഷയങ്ങളിലെല്ലാം പൊതുവിൽ നമുക്ക് യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്ന് സൂചിപ്പിച്ചുകൊണ്ടും കേരളത്തിൻ്റെ ഒരു പൊതു വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമം, വ്യക്തിപരമായി നിങ്ങൾ ഓരോരുത്തരും
നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാത്രമല്ല, ഈ സമൂഹത്തിൽ ഒരുപാട് സാധാരണ മനുഷ്യരുടെ ജീവിതത്തിന് സഹായകരമാവുന്നതാണ് നിങ്ങളുടെ നിലനിൽപ്പ്. നിങ്ങളിൽ ഒരാൾ ദുർബലമായാൽ സമൂഹത്തിലെ കുറേ ആളുകളുടെ ജീവിതത്തെ അത് ബാധിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിങ്ങൾ മാത്രമല്ല, നിങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന, അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന 10, 200, 100, 150 ഒക്കെ ആളുകൾ പലരുടെയും കീഴിലുണ്ടാവാം. അവരെല്ലാം കുടുംബങ്ങളും കുഞ്ഞുങ്ങളുമായിട്ട് കഴിയുന്നതാണ്. സമൂഹത്തിൻ്റെ ഒരു പൊതുജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവർ മുന്നോട്ട് പോകുന്നവരാണ്. നിശ്ചയമായും ആ അർത്ഥത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കാനും ഈ കാലം ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന ആധുനിക സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വളർച്ചയുടെയും വികാസത്തിൻ്റെയും ഭാഗമായി കൂടുതൽ യന്ത്രവൽക്കരണവും ടെക്നോളജിയും ഈ മേഖലയിൽ വമ്പൻ ഭീമന്മാരായിട്ടുള്ള കോൺട്രാക്ടർമാരും കമ്പനികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അവരോട് മത്സരിച്ച് നിൽക്കുക എന്നുള്ളതും പലപ്പോഴും ഒരു ചെറുകിട കോൺട്രാക്ടറെ സംബന്ധിച്ച് സാധാരണ നിലയിൽ സാധിക്കുന്ന കാര്യമല്ല. ഞാൻ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നിങ്ങളുടെ ഇതിൻ്റെ ഭാരവാഹികളോട് പറയുന്നത്, ഈ ആധുനിക ടെക്നോളജി മിഷൻ ഒരു പൊതുവിൽ നിങ്ങൾ കളക്ട് ചെയ്യുകയും അത് ഈ മേഖലയിലെ കോൺട്രാക്ടർമാർക്ക് നൽകുകയും ചെയ്യുന്ന നിലയിലുള്ള കാര്യങ്ങൾ പൊതുവിൽ നിങ്ങളുടെ ഒരു സൊസൈറ്റി എന്ന നിലയിൽ ആലോചിക്കാതെ, ഒരു കോൺട്രാക്ടർ സ്വന്തമായി വിചാരിച്ചാൽ വാങ്ങാൻ കഴിയാത്ത ഉപകരണങ്ങളുണ്ടാവും. ആ ഉപകരണങ്ങൾ നിങ്ങളുടെ സൊസൈറ്റിക്ക്, ഞാനൊരു അഭിപ്രായം പറയുന്നതാണ്, ഇനി ഇവരെ വിളിച്ചിട്ട് ഇതാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ചിന്തിക്കരുത്. അപ്പോൾ ഒരുപാട് ടെക്നോളജി ഇപ്പം നമ്മുടെ ലോകത്തിൻ്റെ നാനാഭാഗത്തും പറയും. ഈ പുതിയ തലമുറ ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുക. കഴിഞ്ഞ MLA ഓഫീസിൽ എന്നെ കാണാൻ വേണ്ടി 2-3 കുട്ടികളുണ്ട്. കുട്ടികളെന്ന് പറഞ്ഞാൽ ഈ അഴീക്കോട് സ്കൂളിൽ, നമ്മുടെ രാജാസ് സ്കൂളിലൊക്കെ പഠിക്കുന്ന 3-4 കുട്ടികളാണ്. ഈ കഴിഞ്ഞ ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ആ സമയത്ത്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഞാൻ അപ്പോൾ വന്ന് വളരെ അത് ഇന്നത്തെ തലമുറ നിങ്ങൾക്ക് അറിയാമല്ലോ, വീട്ടിൽ വിവരമുള്ളത് കോൺട്രാക്ടറായ അച്ഛനാണെന്ന് ധരിക്കരുത്. അവിടെ പാളും ജീവിതം. ചെറിയ കുട്ടിക്കാണ് ഇവിടെ ഇരിക്കുന്ന ആരേക്കാളും ശേഷിയുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടുകൂടി ഏത് കാര്യത്തിലും ഏറ്റവും ശക്തമായ അറിവുള്ളത് പുതിയ തലമുറയ്ക്കാണ്. ഇവർ വന്ന് MLA കാണാൻ പറ്റുമോ ചോദിച്ചപ്പോൾ നമ്മുടെ PA കിരൺ പുറത്തുണ്ട്. അപ്പോൾ കിരൺ കാണാൻ പറ്റും, വളരെ ആധികാരികമായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരാൾ ഇറങ്ങി കാണാൻ അവർ വന്ന് 3-4 പേരുണ്ട്. ഞാൻ പറഞ്ഞു ഇരിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു ഒരു പാർക്ക് ഉണ്ടാക്കി തരാൻ പറ്റും. ഞാൻ എന്താ ആവശ്യം? ഒരു പാർക്ക് ഉണ്ടാക്കി തരാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു പാർക്ക് ഉണ്ടാക്കാമല്ലോ നമുക്ക്. ഈ രവിനേശ്വരൻ്റെ കയ്യിൽ കൂടി ഇപ്പോൾ ആ റോഡ് പണി ഇങ്ങനെ നടന്നു അതിൻ്റെ പുറത്തേക്കല്ല. ഞാൻ പറഞ്ഞു ഉണ്ടാക്കാമല്ലോ. അല്ല ഇപ്പോൾ ഇങ്ങനെ റോഡ് പണി എടുക്കുന്നില്ല, അതിൻ്റെ സൈഡിൽ കൂടിയുള്ള ഒരു പാർക്കാണ്, ഒരു പാത്താണ്. ഞാൻ പറഞ്ഞു എന്നാൽ ഈ റോളർ സ്കേറ്റിംഗ് പോകുന്നൊരു ഇതില്ലേ, അതുണ്ടാക്കണം, അത് പറ്റുമോ ചോദിച്ചു. അപ്പം തന്നെ ഞാൻ പകുതി ചത്ത്. ഈ റോഡിൻ്റെ പണി നമ്മുടെ മണ്ഡലത്തിലെല്ലാം പൂർത്തിയായില്ല, എങ്ങനെ റോളർ സ്കേറ്റിങ്ങിൻ്റെ പാർക്ക് ഉണ്ടാകും. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിരോ, ഇത് എവിടെയെങ്കിലും ഉണ്ടോ? പല സ്ഥലത്തും ഉണ്ട് തോന്നുന്നു. അതിലൊരു 8ാം ക്ലാസ്സുകാർ. ഞാൻ ചോദിച്ചു എവിടെയാ? മെൽബണിലുണ്ട് തോന്നുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് പല അനുഭവങ്ങളുണ്ടാവും. ഇന്നത്തെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ചിറക്കൽ പഞ്ചായത്തിൻ്റെ വികസനം അഴീക്കോട് പഞ്ചായത്തുമായിട്ടല്ല താരതമ്യം ചെയ്യുന്നത്. നാട്ടിൽ നടക്കേണ്ട കാര്യങ്ങളിൽ ലോകത്ത് നടക്കുന്ന കാര്യം എൻ്റെ നാട്ടിൽ ഉണ്ടാവണമെന്നാണ് ചിന്തിക്കുന്നത്. പുതിയ തലമുറ ആഗ്രഹിക്കുന്ന വികസനവും രീതികളും അതാണ്. അപ്പം മെൽബൺ, സിഡ്നി 3-4 പേര് വരെ അയച്ചൊക്കെ മൊബൈൽ എടുത്തിട്ട് ഇതെല്ലാം ഉണ്ടായിട്ട് കാണിച്ചത് നിങ്ങളുടെ. അപ്പോൾ ഒരു റോഡിൻ്റെ സൈഡിലൂടെ റോളർ സ്കേറ്റിങ്ങിന് പോകാവുന്ന പാത്ത്, സൈക്കിൾ പാത്ത് ഇതെല്ലാം ഉണ്ട് പുതിയ ഇതിൻ്റെ ഭാഗമായിട്ട്. നിങ്ങൾക്ക് അത് ഇവിടെ ഉണ്ടാക്കിക്കൂടാന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ ആലോചിക്കാൻ നമുക്ക് ചെയ്യാം, പറ്റുമെന്ന് ചെയ്യുന്നു പറഞ്ഞിട്ട് അവർ 4 ആൾ ഇറങ്ങിയിട്ട് പോയി. ഇത് ഒരു കഥയല്ല, ഇതൊരു പുതിയ തലമുറയുടെ ആവശ്യങ്ങളാണ്, അവരാഗ്രഹിക്കുന്ന രീതികളാണ്. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾക്ക് കുറച്ച് പോകാം, പക്ഷെ അധികം നമുക്കൊന്നും മുന്നോട്ട്. ഞാൻ നിശ്ചയമായും വിശ്വസിക്കുന്നത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ പതിവ് രീതികൾ വെച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നതല്ല. ഒരു ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഒരു ജനപ്രതിനിധിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഒരു ഭരണ സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇന്നത്തെ ടെക്നോളജിയിൽ ലോകത്തിൻ്റെ വികാസവും വെച്ചുള്ള രീതികൾ ഒരു പുതിയ തലമുറ എമർജ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾ ഈ എബോവ് 50 കഴിഞ്ഞവർക്കൊന്നും ഇനി ഒന്നും നാട്ടിന് വേണ്ടി ചെയ്യാനില്ല. ഇന്ന് സ്കൂളിലും കോളേജിലും പഠിക്കുന്ന ഈ പുതിയ തലമുറ മുഖ്യധാരയിലേക്ക്. ഇപ്പോൾ പൊളിറ്റിക്സ് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു പെർമനൻ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുക, ഞാനെൻ്റെ രജിത്രകാരത്തൊക്കെ ഇവിടെ ഇരിക്കും എന്ന നിലയിൽ ആളുകൾ വിഡ്രോ ചെയ്യാൻ തുടങ്ങി. എന്ന് പുതിയ തലമുറ തീർത്തുമില്ല. ഈ അർത്ഥത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഈ അർത്ഥത്തിലേക്ക് സമൂഹത്തിൽ പൊതുവിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറയുന്നതുകൊണ്ടല്ല, ഈ പുതിയ സാങ്കേതിക വിദ്യയുടെ വളർച്ച നിർമ്മാണ മേഖലയിൽ അത് വളരെ അത്യന്താപേക്ഷമായിരിക്കുന്ന ഒരു കാര്യം. പലപ്പോഴും ഇൻഡിവിജ്വലായ ഒരു അല്ലെങ്കിൽ ഒരു ചെറുകിട ഒരാളെ സംബന്ധിച്ച് അത് ഉപയോഗിക്കാൻ പറ്റില്ല. അയാൾക്ക് നഷ്ടമാണ് ഉണ്ടാകുക. ഞാൻ ഫീൽഡിൽ കാണുന്നത് അയാൾക്ക് നഷ്ടം. ഒരു മണ്ണെടുക്കുന്നതിൽ, ഒരു കാര്യം ഉറപ്പിക്കുന്നതിൽ, ഒരു കാര്യം ചെയ്യുന്നതിൽ
എല്ലാം ഉണ്ടാകുന്ന പ്രതിസന്ധികൾ വലിയ വലുതാണ്. അതേസമയം നല്ല ഒരുപാട് മാൻ പവർ വേണ്ടാത്ത പുതിയ ഒരുപാട് ടെക്നോളജികൾ ലഭ്യമാകുന്നു. അതാണ് ഞാൻ രാധാകൃഷ്ണനോട് പറഞ്ഞത്. നിങ്ങളുടെ സൊസൈറ്റി ആലോചിക്കേണ്ട ഒരു കാര്യം, ഇന്ന് ലോകത്തിൽ ലഭ്യമാവുന്ന നിർമ്മാണ മേഖലയിലെ ആധുനിക ടെക്നോളജി എങ്ങനെ നമുക്ക് ഗവൺമെൻറ് മേഖലയിലെ കോൺട്രാക്ടർമാർക്ക് ഉപയോഗിക്കാൻ കഴിയും അങ്ങനെ സ്വായത്തമാക്കാൻ കഴിയും എന്നത് സംബന്ധിച്ചുള്ള ഒരാലോചന കൂടി നിങ്ങളുടെ സൊസൈറ്റി, നിങ്ങളുടെ ഈ ബോഡി ആലോചിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും മികച്ച ആധുനികമായ ഒരു കാര്യമായിട്ടത് മാറുമെന്ന് സാന്ദർഭികമായി ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാതെ നിങ്ങൾ സൂചിപ്പിച്ച വിഷയം മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താനും ഏതായാലും ഇപ്പം ജനുവരി 10 നിയമസഭാ സമ്മേളനം ആരംഭിക്കും. അതിനു മുന്നേ നിങ്ങളുടെ റെപ്രസെൻറ്റേഷൻ തന്നാൽ നമുക്ക് അവരോട് സംസാരിക്കാനും ഈ കാര്യത്തിലെല്ലാം അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ ആവശ്യമായ ഇടപെടൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ ഭാഗം ഉണ്ടാവും എന്ന കാര്യം സ്നേഹപൂർവ്വം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ, നിങ്ങളുടെ ജില്ലാ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നമ്മളെല്ലാവരും കൂടി ചേർന്ന് സ്നേഹപൂർവ്വം നിർവഹിച്ചതായിട്ട് അറിയിച്ച് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കും. ലേബർ കോൺട്രാക്ട് സൊസൈറ്റി 1 ലക്ഷം മുതൽ 500 കോടി വരെയുള്ള വർക്കുകൾ അക്രഡിറ്റ് ഏജൻസിക്ക് കൊടുക്കുന്ന പ്രവണതയാണ് നടക്കുന്നത്. ഇത് അവസാനിപ്പിക്കണമെന്ന് GC അധികൃതരോട് അഭ്യർത്ഥിക്കുകയാണ്. ഗവൺമെൻറ് കരാറുകാർക്ക് 2018 ഷെഡ്യൂൾ നിരക്ക് അനുസരിച്ച് ആണ് പൊതുമരാമത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എസ്റ്റിമേറ്റ് നൽകുന്നത്. ഉൽപ്പന്നങ്ങളുടെ വില കൂടുന്നതോടെ ഏറ്റെടുത്ത പ്രവൃത്തികൾ പൂർത്തിയാക്കാനോ പുതിയ പ്രവൃത്തികൾ ഏറ്റെടുക്കുവാനോ കഴിയാത്ത സാഹചര്യമാണ് നടന്നു വരുന്നത്. കളക്ടർക്ക് ഇത് ഇടപെട്ട് ഏറ്റെടുത്ത് പൂർത്തിയാക്കുവാനും പുതിയ പ്രവൃത്തികൾ ഏറ്റെടുക്കുവാനും കഴിയാത്ത സാഹചര്യമാണ്. കളക്ടർ ഇടപെട്ട് വിലവർദ്ധനവ് തടഞ്ഞില്ലെങ്കിൽ സമര പരിപാടിയുമായി മുന്നോട്ട് പോകുവാനാണ് നമ്മുടെ സംഘടന ആലോചിക്കുന്നത്. ജനറൽ ബോഡി 2,90,156, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് 2,988, ഇലക്ട്രിസിറ്റി ചാർജ് 5,052, ക്ലീനിങ് ആൻഡ് മെയിൻ്റനൻസ് 3,678, മെമ്പർഷിപ്പ് സ്റ്റേറ്റ് അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്ന വകയിലും 1,21,000, ഓട്ടോ ചാർജ് 5,000. ജില്ലാ സമ്മേളനം നടക്കുന്ന സമയത്ത് എല്ലാ കോൺട്രാക്ടർമാരെയും ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇരിക്കൂർ യൂണിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇരിക്കൂർ യൂണിറ്റ് നമ്മളെ GCയുടെ എന്ത് കാര്യത്തിനും മുന്നിൽ നിന്ന് യൂണിറ്റ് മീറ്റിങ്ങോ കാര്യങ്ങളോ എന്ത് വിളിക്കാൻ പറഞ്ഞാലും അത് എപ്പോഴും നടത്താറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഇരിക്കൂർ യൂണിറ്റിൻ്റെ കാര്യങ്ങൾ എല്ലാ മീറ്റിങ്ങിലും നമ്മൾ സംസാരിക്കാറുമുണ്ട്. ഓക്കെ, ഇവിടെ പങ്കെടുത്ത എല്ലാ കോൺട്രാക്ടർമാർക്കും നല്ല ആശംസകൾ നേർന്നുകൊണ്ട് നടത്തുന്നു. വേദിയിലിരിക്കുന്ന GCA സംഘടനാ നേതാക്കളെ, സദസ്സിലുള്ള കോൺട്രാക്ടർ സുഹൃത്തുക്കളെ, ഒരുപാട് വിഷമഘട്ടത്തിൽ കൂടി കടന്നു പോകുന്ന ഈ കാലഘട്ടം നമ്മുടെ ടെൻഡർ ഇപ്പം നമ്മൾ ചെയ്യുന്നത് പോലും വളരെ ബിലോയിലാണ്. കൂടാതെ ക്വാറി ക്രഷർ അവർ നമ്മുടെ ജെല്ലിൻ്റെയും എംസാൻഡേയും വില വളരെയധികം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ വിഷമഘട്ടത്തിലാണ് നമ്മുടെ സംഘടന എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയാണ് ഈ വിഷമഘട്ടത്തിനെ എതിർക്കുകയും അതിൽ കോൺട്രാക്ടർമാർക്ക് അനുകൂലമായ ഘടകങ്ങളാക്കി തീർക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ സംഘടന ചെയ്യേണ്ടിയിരിക്കുന്നത്, കോൺട്രാക്ടർ സംഘടന ചെയ്തേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ കാലങ്ങളിലോ ഒന്നും നമ്മുടെ സംഘടന കൂടുതൽ മുന്നോട്ട് പോയതായിട്ട് അതിനെ എതിർക്കുന്നതായിട്ടൊന്നും കണ്ടിട്ടില്ല. മറ്റുള്ള സംഘടനകളൊക്കെ അതിനെ എതിർക്കുകയും ഒരുപക്ഷെ നമ്മളെ കൂടെ
വർക്ക് ചെയ്യുന്ന പല സംഘടനയുടെ ആൾക്കാരും നമ്മളോട് പല തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ സംഘടന എന്താ ചെയ്യുന്നത് എന്ന്. ഒരു 3-4 കൊല്ലം മുമ്പ് ഞാൻ ഈ മീറ്റിങ്ങിന് വരുന്ന സമയത്ത് നമ്മുടെ ഈ ഹാളൊക്കെ നിറഞ്ഞു കിടക്കുകയായിരുന്നു. ഇപ്പോൾ പല മെമ്പർമാരും കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത് നമ്മുടെ സംഘടനാ നേതാക്കൾ തീർച്ചയായും നോക്കിക്കാണണം. ഇനിയും നമ്മുടെ ഈ സംഘടനയിലെ മെമ്പർമാർ കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ അതിന് എതിരെ പ്രവർത്തിക്കുകയും സംഘടന മുന്നോട്ട് മെമ്പർമാരെ ഊർജ്ജസ്വലമാക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് ഒരഭിപ്രായം പറയാനുള്ളത്. ഒരു യൂണിറ്റ് വിളിച്ചാൽ യൂണിറ്റ് സമ്മേളനത്തിന് പോലും എത്താത്ത ഒരവസ്ഥയുണ്ട്. അത് നമ്മുടെ ഈ സംഘടനക്ക് എത്രത്തോളം വിനാശകരമാണ് എന്ന് സ്വയം അവരവർ ചിന്തിക്കേണ്ടതാണ്. എന്നിരുന്നാലും നമ്മളെല്ലാ യൂണിറ്റും 10 യൂണിറ്റാണ് കണ്ണൂർ ജില്ലയിലുള്ളത്. ആ 10 യൂണിറ്റ് സമ്മേളനം നടത്തി അവരെ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. അപ്പം അത്രയധികം മുന്നോട്ട് പോകുന്ന ഈ സംഘടനയുടെ ഒപ്പം എല്ലാവരും നിൽക്കണം എന്ന് മാത്രം ആശംസിക്കുന്നു. കാരണം നമ്മുടെ ഈ കരാർ മേഖലയിൽ അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയും നമ്മുടെ ഈ കരാറിലുണ്ടാകുന്ന നമ്മുടെ ടെൻഡറിൻ്റെ എല്ലാ മേഖലയിലും ബിലോ വോട്ട് ചെയ്യുന്ന ഒരവസ്ഥയും നമ്മളാൽ ഉണ്ടാക്കി വെക്കുന്നത് മാത്രമാണ്. അതിൽ ഒരു പരിഹാരം എന്നാൽ ഒരു കോർഡിനേഷൻ എല്ലായിടത്തും ഉണ്ടാക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന GCയുടെ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, കണ്ണൂർ കോർപ്പറേഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്നവർ ഈ കണ്ണൂർ 1-ലും 2-ലും കൂടുതലുള്ളത്. കോർപ്പറേഷൻ യൂണിറ്റായിട്ട് വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ. അപ്പോൾ അതൊരു യൂണിറ്റായിട്ട് നിലനിർത്തണം. അത് കുറേ നാളായിട്ട് നമ്മളിങ്ങനെ ജില്ലാ നേതൃത്വത്തോടും സ്റ്റേറ്റ് നേതൃത്വത്തോടും പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അത് ഈ 1-ലോ 2-ലോ ലയിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം 5 നമ്മൾ ഒരു മീറ്റിംഗ് വിളിച്ചാൽ 4-5 പേര് മാത്രമേ പങ്കെടുക്കാനുള്ളൂ. ബാക്കി എല്ലാവരും കോർപ്പറേഷനിൽ പങ്കെടുക്കുന്നവരാണ്. പക്ഷേ അവർ പിന്നെ കണ്ണൂർ 1-ലും 2-ലും ഒക്കെ ആണുള്ളത്. അതാണ് കാര്യമായിട്ട് പറയാനുള്ളത്. പ്രിയപ്പെട്ട കലാ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, പാനൂർ യൂണിറ്റ് വളരെ നല്ല രീതിയിൽ സംഘടനാ പ്രവർത്തനം നടക്കുന്ന ഒരു യൂണിറ്റാണ്. 2ഓളം പുതിയ അംഗങ്ങൾ നമുക്ക് അവിടെ നമ്മുടെ സംഘടനയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പാനൂരും പരിസരത്തുമുള്ള മുനിസിപ്പാലിറ്റി ആയിരുന്നാലും പഞ്ചായത്തായിരുന്നാലും ഇവിടങ്ങളിലൊക്കെ ഒരു സഹകരണത്തോടു കൂടിയാണ് GCA അംഗങ്ങൾ മാത്രമല്ല മറ്റുള്ള കരാർ സുഹൃത്തുക്കളടക്കം നമ്മൾ സംസാരിച്ചുകൊണ്ട് പരമാവധി ബിലോയിൽ വർക്ക് എടുക്കാത്ത രൂപത്തിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ചില ആളുകളെങ്കിലും അതൊക്കെ പൊട്ടിച്ചുകൊണ്ട് ബിലോ അവർ ശീലിച്ചു പോയതാണ്. പെട്ടെന്ന് മാറ്റാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം അത് നടത്തുന്നുണ്ട്. എന്നിരുന്നാലും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ പാനൂർ യൂണിറ്റിൽ നടന്നു പോകുന്നുണ്ട്. ഇപ്രാവശ്യം ഒരു പുതിയ മെമ്പറാണ് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളത്. സംഘടന ശക്തിപ്പെടുത്താൻ നേതാക്കൾ മാത്രം പ്രവർത്തിച്ചാൽ പോരാ, യൂണിറ്റിലും പ്രവർത്തനം നടത്തേണ്ടത്. ശരിക്കും പറയാന്ന് വെച്ചാൽ യൂണിറ്റിലൊന്നും കാര്യമായിട്ട് പ്രവർത്തനം നടക്കുന്നില്ല. നമ്മളെ യൂണിറ്റിലും പ്രവർത്തനം കുറവാണ്. ഇനി കൂത്തുപറമ്പ് യൂണിറ്റ് ശക്തിപ്പെടുത്താൻ ശ്രമിക്കാം. മറ്റു കാര്യങ്ങളൊക്കെ ഇവിടുത്തെ യൂണിറ്റുകളിലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ രജിത്, സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാധാകൃഷ്ണൻ സാർ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ പല കാര്യങ്ങളെക്കുറിച്ചും സൂചിപ്പിക്കാനാണ് ആലക്കോട് യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശിക്കുന്നത്. നിലവിൽ
പല മെമ്പർമാരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ആക്ഷേപങ്ങൾ ഉയരുന്നത് ഒരു മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ യൂണിറ്റ് അല്ല, നമ്മുടെ ജില്ലാ കമ്മിറ്റി, നമ്മുടെ സംസ്ഥാന കമ്മിറ്റി കണ്ണൂർ ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. അപ്പം അത് നമ്മുടെ സംസ്ഥാനത്തുടനീളം മറ്റ് ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ബന്ധപ്പെട്ടവരിൽ നിന്നും ഉണ്ടാകണം എന്നൊരു അഭിപ്രായം ഉന്നയിച്ചിട്ടുണ്ട്. ആലക്കോട് യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം തന്നെ പുതിയ 3-4 മെമ്പർമാരെ ചേർക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബന്ധപ്പെട്ട നേതാക്കന്മാർ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മന്ത്രിമാരോട് പറയേണ്ട 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, നമ്മൾ ചെറുകിട കരാറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ക്വാളിറ്റി ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞതാണ്. അതായത് നമ്മൾ സ്റ്റീല്, സിമെൻറ്റ്, അതായത് ISI മാർക്കുള്ള ഗവൺമെൻറ് അപ്രൂവൽ ആയിട്ടുള്ള സിമെൻറ്റും കമ്പിയും വീണ്ടും എന്തിനാണ് നമ്മൾ പോയി ടെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കാവുന്നതാണ്. കാരണം അവർ ISI മാർക്ക് പെർമിഷൻ കൊടുത്തിട്ട് വരുന്നൊരു സാധനം, അതായത് പിന്നെ അത് ISI മാർക്കുണ്ട്, അതിൻ്റെ ഓരോ മീറ്ററിലും അവരുടെ പ്രിൻറ്റും കാര്യങ്ങളും ഉണ്ട്. ആ സാധനം നമ്മൾ വീണ്ടും ഒരു ക്വാളിറ്റി ടെസ്റ്റിന് ഉള്ള സാങ്കേതിക വിദഗ്ധരല്ലാത്ത കോളേജുകളിൽ പോയിട്ട് ചെയ്തിട്ട് ഇതിനെന്താണ് അടിസ്ഥാനം? അത് കരാറുകാരെ ബുദ്ധിമുട്ടിക്കാനും അവർക്കത് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കാനും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു രീതിയിൽ വേറെ രീതിയിൽ നടക്കുന്നതാണെന്ന് പോലും ചെറുകിട കരാറുകാർ സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് ചോദിച്ചാൽ ഇപ്പം പൊതുവേ വർക്കുകൾ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ വർക്കുകളെല്ലാം 5 ലക്ഷം 10 ലക്ഷം ഉള്ളൂ. ചെറിയ വർക്കുകൾക്ക് പോലും പുതിയ റോഡുകൾക്ക് ലെവൽസ് എടുക്കുന്ന ഒരു സമ്പ്രദായം, അതായത് 100 മീറ്റർ 50 മീറ്റർ ആണെങ്കിൽ പോലും ലെവൽസ് എടുക്കണമെങ്കിൽ അതിനൊരു 3000-5000 രൂപ ചിലവ് വരുന്നുണ്ട്. അത് നമുക്ക് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട നേതാക്കന്മാർ, ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ടവരായിട്ട്, അതായത് മന്ത്രിതലത്തിലുള്ള ചർച്ച വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ചെറുകിട കരാറുകാർക്ക് ഇവിടെ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ കരാറുകാർ നേരിടുന്ന ഒരു പ്രശ്നം, അതെല്ലാവരും പറഞ്ഞത് തന്നെ ക്വാറി വിഷയങ്ങൾ, പഞ്ചായത്ത് പെർമിഷൻ കൊടുക്കുന്നില്ല, അതിൻ്റെ പേരിൽ അവർക്ക് സാധനങ്ങൾ നമുക്ക് അടുത്ത് കിട്ടുന്നില്ല. പിന്നെ വില പെട്ടെന്ന് 2 രൂപ 3 രൂപ ഇപ്പം കുബിക്ക് അടിക്ക് ഇപ്പം കൂടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ടാറിന് ഒരു മാസം കൊണ്ട് 800 രൂപ വർദ്ധിച്ചു, ഒറ്റ മാസം കൊണ്ട് പെർ ബാരൽ 800 രൂപ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുപോലെ നമ്മളിപ്പം വർക്ക് ഇപ്പോൾ ടെൻഡറിൻ്റെ സമയമാണ്, എല്ലാവരും വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വില കോട്ട് ചെയ്യുന്ന ഒരു പ്രവണത കഴിഞ്ഞ വർഷം പോലെ തന്നെ തുടരുകയാണ്. ഞങ്ങൾ ആലക്കോട് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളവിടെ ഏകദേശം 3-4 പഞ്ചായത്തുകളിൽ കോംപ്രമൈസ് ചെയ്തിട്ടാണ് വർക്കുകൾ, അതായത് പഞ്ചായത്തുകളിലുള്ളവർക്ക് വർക്ക് വീതിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം. അതായത് അപ്പോൾ പുതിയ കരാറുകാർക്ക് അടക്കമുള്ള എല്ലാവരെയും വളരെ തുല്യരായി കണ്ടുകൊണ്ട് എല്ലാവർക്കും വർക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഒരു 4 പഞ്ചായത്തുകളിൽ ഞങ്ങൾ തുടർന്ന് പോകുന്നുണ്ട് 3 വർഷമായിട്ട്. മട്ടന്നൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, മട്ടന്നൂരിൽ നമുക്കിപ്പോൾ ഈയിടെ നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടവിധ എല്ലാ സഹായങ്ങളും ചെയ്ത് നമുക്ക് മുൻപന്തി നിൽക്കുകയായിരുന്ന നമ്മുടെ രാജീവേട്ടൻ്റെ വിയോഗം, അത് നമ്മുടെ യൂണിറ്റിനെ സംബന്ധിച്ച് തീരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ CP ദിവാകരട്ടൻ അവർക്ക് ഇപ്പോൾ സുഖമില്ലാത്തതിനാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും, അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. അതൊക്കെ നമ്മുടെ യൂണിറ്റിന് വേണ്ടി എല്ലാവിധ എപ്പോഴും നമുക്ക് കൂടെ നിന്നുകൊണ്ട് എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നതായിരുന്നു. അപ്പോൾ ആ പ്രയാസങ്ങളുണ്ട്. എന്നിരുന്നാലും നമ്മുടെ മറ്റു മെമ്പർമാരും നമ്മുടെ എല്ലാവരും കൂടി ചേർന്ന് വേണ്ട വിധം നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ മറ്റു യൂണിറ്റുകാർക്ക് പറഞ്ഞതുപോലെ തന്നെ അത്രയും പ്രയാസങ്ങളോടുകൂടിയാണ് ഞങ്ങളുടെ നടന്നു പോകുന്നത്. എന്നിരുന്നാലും അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ MLA മറ്റുള്ളവരൊക്കെ വേണ്ട പോലെ നിയമസഭയിൽ അവതരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും നടക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഇവിടുന്ന് ഇതുവരെ സുദീർഘമായ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച് മാറിയിരിക്കുന്ന സംഘടനയുടെ എല്ലാവർക്കും മറ്റുള്ളതിനു വേണ്ടി അഭിവാദ്യം അർപ്പിക്കുന്നു. നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിക്കുന്നു. ഞാൻ 10-20 കൊല്ലം ഫെഡറേഷനിൽ വർക്ക് അംഗമായി നിന്നയാളാണ്. അതിനുശേഷമാണ് GCAയിലേക്ക് വന്നത്. പക്ഷേ ഇതുവരെ നമ്മളെ ഭാഗത്തുനിന്ന് ഈ മെറ്റീരിയൽ വില കൊണ്ട് ഇപ്പോൾ MLA തന്നെ അവരെ ധർണ പിക്കറ്റിങ്, കളക്ടറേറ്റ് പിക്കറ്റിങ് ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. നമ്മൾ ഏത് സമയത്തും ശരിക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഫെഡറേഷൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ അങ്ങനത്തെ ഇതുവരെ കളക്ടറേറ്റിലും പോയിട്ടില്ല, സെക്രട്ടേറിയറ്റിലും പോയിട്ടില്ല. അതൊരനുഭവമുണ്ട്. ഈ വില
ഇത്രയും വില കൂടിയിട്ട് കഴിഞ്ഞ കൊല്ലം ഒരു 8 രൂപയോളം മെറ്റീരിയൽസിന് കൂടി. ഇക്കൊല്ലം ഞങ്ങൾ അവിടെ 6 രൂപയോളം കൂടി. ഇതുവരെ ഒരു ആക്ഷനും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇവിടെ പറഞ്ഞ മിക്കവാറും എല്ലാവരുടെയും മുമ്പിലുള്ള പ്രശ്നം കരാർ മേഖല ഭയങ്കര പ്രതിസന്ധിയാണ്. അത് പറയുമ്പോൾ ഇപ്പോഴും പ്രതിസന്ധി എന്ന് പറയുമ്പോഴും കരാറുകാർ ഇപ്പം കണ്ണൂർ ജില്ലയും കാസർഗോഡ് ജില്ലയാണ് ഏറ്റവും കൂടുതൽ ബിലോയിൽ പോകുന്ന 2 ജില്ലയാണ്. തെക്കൻ ജില്ലകളിലൊന്നും ഒരു വർക്ക് പോലും ബിലോയിൽ പോകുന്നില്ല. എല്ലാവരും എപ്പോഴും മാത്രമാണ് വർക്ക് എടുക്കുന്നത്. നമ്മൾ ഈ കണ്ണൂർ കാസർഗോഡ് 2 ജില്ലയിൽ മാത്രമാണ് ഈ പ്രതിഭാസം. ഇപ്പോഴും 20-25% പല പ്രവൃത്തികളും പോകുന്നത്. അതേസമയം തന്നെയാണ് നമ്മളിവിടെ ഈ ഇപ്പം എല്ലാവരും പറഞ്ഞ് മെറ്റീരിയലിന് വില കൂടിയിരിക്കുന്നു, അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കരാറുകാർ തീർന്നു പോകുന്നു, ഇതൊക്കെ പറയുന്നത്. ഇപ്പം നമ്മളൊരു കാര്യം ആലോചിക്കട്ടെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഗവൺമെൻറ്റിൻ്റെ മുമ്പിലോ മറ്റ് ഭരണാധികാരിയുടെ മുമ്പിലൊക്കെ നമ്മൾക്ക് ഈ കാര്യം പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ വാക്ക് ക്ലിയറാണ്. അപ്പോൾ നമ്മൾ പരമാവധി ഈ ബിലോ കോട്ട് ചെയ്യുന്ന സ്വഭാവം നമ്മൾ അവസാനിപ്പിക്കാൻ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം മുന്നോട്ട് വെക്കാൻ കഴിയുള്ളൂ. റേറ്റ് റിവിഷൻ എന്നൊരു കാര്യം നമ്മൾ മുന്നോട്ട് വെക്കാൻ വേണ്ടി പലതവണ ഗവൺമെൻറ് മുമ്പിൽ സമർപ്പിക്കുമ്പോഴും ഗവൺമെൻറ് പറയുന്നതാണ് ഇപ്പോഴും 20%-നും 20% ബിലോ പോകുന്ന നിങ്ങൾക്ക് എന്തിനാണ് റേറ്റ് റിവിഷൻ നടത്തുന്നത്? അവർ ചോദിക്കുന്നൊരു ചോദ്യം ശരി തന്നെയാണ്. ഈ ജില്ലകൾ 2 ജില്ലകൾ പ്രത്യേകിച്ചും കണ്ണൂർ കാസർഗോഡ് ജില്ല, തെക്കൻ ജില്ലകളിലൊന്നും ഒരു പ്രവൃത്തിയും ബിലോയിൽ പോകുന്നില്ല. ഈ 2 ജില്ലകളിലാണ് ഇപ്പോഴും 20% ബിലോയിൽ പോകുന്ന സംവിധാനമുള്ളത്. അപ്പോൾ അത് നമ്മൾ കരാറുകാർ അതേക്കുറിച്ച് വളരെ കാര്യമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. വേറെ നമ്മളെ ഏറനാട് ഇവരൊക്കെ കംപ്ലീറ്റും ഈ മേഖലയിൽ നിന്ന് പുറത്തു പോകും. കുറേയധികം ആൾക്കാർ കേരളത്തിലെ വൻകിട കരാറുകാർ പോലും പുറത്തു പോയിട്ടുണ്ട്. ചെറുകിട കരാർ കണക്കില്ലാത്തധികം ആൾക്കാർ പ്രവൃത്തി ജോലി നിർത്തി മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ അവശേഷിക്കുന്ന ആളുകൾ കൂടി നിലനിൽക്കണമെങ്കിൽ നമ്മൾ അന്യോന്യൊരു തീരുമാനത്തിലെത്തണം. ഇനിയെങ്കിലും നമ്മൾ അന്യോന്യം മത്സരിച്ച് ഈ വിലോയിൽ പ്രവർത്തിയെടുക്കുന്നത് പ്രവൃത്തി ഇല്ലെങ്കിൽ ഇല്ലാന്ന് വെച്ചാലും ഈ 15-20-25% വിലോയിൽ പ്രവർത്തിയെടുക്കുന്ന അവസ്ഥ മാറിയേ പറ്റും. എന്നിട്ടൊരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞു നമ്മൾ കാര്യങ്ങൾ ഗവൺമെൻറ് മുമ്പിൽ തരും. കാര്യങ്ങൾ കഴിഞ്ഞ ഈ അടുത്ത കാലത്തുണ്ട് നിങ്ങൾക്കെല്ലാം അറിയുന്ന സംഭവമായിരിക്കും. ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ സമരം ചെയ്തുകൊണ്ടൊരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കി. നമ്മളതിന് ഭാഗമാക്കില്ല. ബാക്കിയുള്ള എല്ലാ സംഘടനകളും കൂടി ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കി. ആ കോർഡിനേഷൻ കമ്മിറ്റി സമരം പ്രഖ്യാപിച്ചു. സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്തു? സമരം മോർജിക്കുമെന്ന് വന്നപ്പോൾ ഗവൺമെൻറ് അതിൽ ഏതെങ്കിലും ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട് ധാരണയുണ്ടാക്കി അവരെ കൊണ്ട് സമരം പിൻവലിപ്പിച്ചു. അതോടുകൂടി സമരം പൊളിഞ്ഞു. ഇതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ മേഖലയിൽ കരാർ കുറേയധികം സംഘടനകൾ, ആ സംഘടനകളുടെ ഒത്തൊരുമയില്ലായ്മയൊക്കെയാണ് ഈ മേഖലയിൽ നമ്മളുടെ ആവശ്യങ്ങൾ നമ്മളെ വേണ്ട രീതിയിൽ ഗവൺമെൻറ് പ്രസൻറ്റ് ചെയ്തുകൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെ കരാറുകാരുടെ യൂണിറ്റി ഇല്ലായ്മയാണ്. ഒരു ചെറുകിട കരാറുകാർ സമരം ചെയ്യുമ്പോൾ വൻകിട കരാർ അപ്പുറത്ത് പണിയെടുക്കും. ഇല്ല ഒരു സംഘടന പണിയെടുക്കേണ്ട എന്ന് തീരുമാനിക്കാം, മറ്റൊരു സംഘടന പണിയെടുത്തുകൊണ്ടിരിക്കും. അപ്പം ഗവൺമെൻറ് അറിയാം ഏതെങ്കിലും ഒരു സംഘടനയോ 2 സംഘടനയോ കൈകൾ അവരെ കൺട്രോളിലേക്ക് കൊണ്ടുപോയതുകൊണ്ട് ഏത് സമരം വന്നാലും അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളൊരവസ്ഥ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് മാറണമെങ്കിൽ നമ്മൾ കരാറുകാരാദ്യം ഈ ടെൻഡർ ബിലോ പോകുന്ന സ്വഭാവം അവസാനിപ്പിക്കുക, ഒരു യൂണിറ്റിൽ നിൽക്കാൻ എന്നൊരു ഉദാഹരണം എടുക്കുക. പ്രവൃത്തി ചെയ്യില്ല എന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചാൽ ഒരു വിധത്തിലും പ്രവൃത്തി എടുക്കില്ല എന്നൊരു ഒറ്റ തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പ്രതിസന്ധികളിൽ നിന്ന് മുന്നോട്ട് പോകാം. കാരണം ഇപ്പം ഈ മറ്റ് GST ഒഴിച്ചിട്ടുള്ള മറ്റ് എല്ലാ പ്രശ്നങ്ങളും നമ്മളെ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളാണ്. GST മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് കയ്യിൽ പറ്റിയ കാര്യം. അത് കേന്ദ്ര ഗവൺമെൻറ് നിയമത്തിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് യാതൊന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളും സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ചെറിയ ചെറിയ വർക്കുകൾക്കതൊക്കെ മെറ്റീരിയൽ പരിശോധിക്കണമെന്ന് പണ്ട് കാലത്തും ഇതുണ്ടായിരുന്നു. നമ്മളൊക്കെ എല്ലാ സിമെൻറ്റ് സ്റ്റീലിൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് എല്ലാം എഞ്ചിനീയറിംഗ് കോളേജിൽ കൊടുത്ത് സർട്ടിഫിക്കറ്റ് മേടിച്ച് തന്നെയാണ് പ്രവർത്തിക്കാൻ വിടുന്നത്. CPWD അങ്ങനെ തന്നെയാണ്, റെയിൽവേയിൽ അങ്ങനെയാണ്, എല്ലാ മേഖലയിലും അതുണ്ട്. പക്ഷേ അത് ചെറുകിട പ്രവൃത്തികൾക്ക് അത് ബാധകമാക്കാറില്ല. മാക്സിമം ഒരു 5 കോടിയൊക്കെ ഉള്ള പ്രവൃത്തികൾക്ക് മാത്രം അത് ബാധകമായിരുന്നു. ചെറുകിട കരാറുകാരെ അതിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റും CPWD ആയിക്കോട്ടെ, അതുപോലെ തന്നെ റെയിൽവേയിലായിക്കോട്ടെ, മറ്റെല്ലാ മേഖലയിലും അത് ഒഴിവാണ് ചെറുകിട കരാർ. അതിവിടെ ഒഴിവാക്കിക്കൊണ്ടെടുക്കാനുള്ള ആവശ്യമായ നിർദ്ദേശം ഗവൺമെൻറ് മുമ്പിൽ നമ്മൾ സമർപ്പിക്കുക. എത്തുന്നതിൽ തന്നെ അതിപ്പോൾ ഇവിടെ നിന്ന് പറയുമ്പോഴാണെങ്കിൽ സംവിധാനം ഉള്ളതിനെക്കുറിച്ച് എന്നിവ ശ്രദ്ധയിൽപ്പെട്ടത് അതെന്താണ് നമ്മൾ
മറ്റു രീതിയിൽ ഇവിടെ ഇപ്പം പലരും പറഞ്ഞു ഈ സംഘടന എന്ത് പ്രകടനം നടത്തുന്നത് പ്രതിഷേധം നടത്തുന്നില്ല, പ്രതിഷേധവും പ്രകടനവും നമ്മൾ നടത്തുന്നതെങ്കിലും എന്ത് സംഭവം ഉണ്ടായാലും അതിനെക്കുറിച്ച് എല്ലാ സമയത്തും മന്ത്രിമാർക്കും PWD മിനിസ്റ്റേഴ്സ് PWD എഞ്ചിനീയേഴ്സിനും ഒക്കെ തന്നെ നിരന്തരം നമ്മൾ റെപ്രസെൻറ്റേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. അങ്ങനെ ഗവൺമെൻറ് ശ്രദ്ധയിൽ നമ്മുടെ കരാറുകാരുടെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. നമ്മളുടെ സംഘടനയുടെ പരിമിതി വെച്ചുകൊണ്ട് നമ്മൾ സെക്രട്ടേറിയറ്റ് മാർച്ചിനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മറ്റു കാര്യങ്ങളിൽ നമ്മൾ ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം പറയുന്നത് ഇന്ന് നമ്മൾ കരാറുകാരേക്കാൾ കൂടുതൽ ഇപ്പം സൊസൈറ്റികളാണ് എല്ലാ പ്രദേശത്തും ഉള്ളത്. കണ്ണൂർ ജില്ല പല സ്ഥലങ്ങളിലും 10-15 പേര് കൂടി സൊസൈറ്റികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തെക്കൻ ജില്ലകളിലൊക്കെ സൊസൈറ്റികൾ നിറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സൊസൈറ്റിക്കാരെ നമ്മൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് പറഞ്ഞ് റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് EMD വേണ്ട, സെക്യൂരിറ്റി വേണ്ട, ഇതൊന്നും വേണ്ട. അപ്പം ഒരു കരാർ പ്രവൃത്തി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് ഇനിഷ്യലി യാതൊരു സാമ്പത്തിക ബാധ്യതയും വരുന്നില്ല. അവർക്ക് ആകെ വരുന്നത് വർക്ക് ചെയ്യാനുള്ള ഫണ്ട് മാത്രമേ കണ്ടെത്തുന്നുള്ളൂ. പക്ഷേ അവർ സൊസൈറ്റിക്ക് കിട്ടുന്ന ചെറുകിട സൊസൈറ്റികൾക്കടക്കം ലേബർ കോൺട്രാക്ട് സൊസൈറ്റി കൊടുക്കുന്ന മുഴുവൻ ആനുകൂല്യങ്ങൾ അവർ കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവർ തന്നെ സ്വന്തം എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നു, സ്വന്തം ഉണ്ടാക്കി കൊണ്ടുവന്നു, എല്ലാ കാര്യങ്ങളും അവർക്ക് ഗവൺമെൻറ് അനുകൂലമായി ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ മറ്റ് സൊസൈറ്റികൾക്ക് ചെറുകിട സൊസൈറ്റികൾക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും അവർ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതുമാത്രമല്ല ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ 1 ലക്ഷം വരെയുള്ള പണികൾ പോലും അവർ ഏറ്റെടുക്കുകയും ചെയ്തു. ഇപ്പോഴും കോടാനുകോടി രൂപ ആസ്തിയുള്ള കമ്പനി അവർ ഇന്ത്യയിലെ വൻകിട കമ്പനികളായ HCLോ അല്ലെങ്കിൽ LNG പോലുള്ള കമ്പനിയേക്കാളും വലിയ കമ്പനിയായി മാറിയിരിക്കുക. ഈ സമയത്തും അവർ നമ്മളെ പഞ്ചായത്തുകളിലുള്ള 1 ലക്ഷം രൂപയുടെ പണി പോലും ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിലൂടെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് ഒരു ചെറുകിട കരാറുകാരും അവരുമായി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന സാധാരണക്കാരെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കും തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം. ഇതേക്കുറിച്ച് ഒരു വേദിയിലും കരാർ സംഘടനകളായി ചർച്ച ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മളുടെ രാഷ്ട്രീയ നേതാക്കന്മാരും MLAമാരും ആരും ചർച്ചയ്ക്കെടുക്കുന്നില്ല. കരാറുകാരുടെ ഈ സംഭവങ്ങൾ. കാരണം കേരളത്തിൽ അങ്ങോളം എടുത്താൽ ഒരു 10,000-ൽ കൂടുതലോളം ചെറുകിട കരാറുകാരുണ്ട്. വളരെ ചെറുകിട കരാറുകൾ ഉപജീവന മാർഗത്തിന് വേണ്ടി മാത്രം കരാർ മേഖലയിൽ വന്നിട്ടുള്ളത് അവർ മുഴുവൻ അവരുടെ ഈ പ്രശ്നങ്ങൾ കാണാതെ അവരെ ഒന്നുമല്ലാത്ത രീതിയിലേക്ക് അവഗണിച്ചുകൊണ്ട് ഈ സൊസൈറ്റിക്ക് വേണ്ട ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരവസ്ഥ നമ്മുടെ മുമ്പിലുള്ളത്. അതിനെതിരെ പ്രതികരിക്കാൻ നമ്മുടെ MLAമാരോ രാഷ്ട്രീയ നേതൃത്വമോ അല്ലെങ്കിൽ കരാറുകാർ പോലും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് സംഭവം. ഞങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് കുറേയധികം കേസുകൾ ഈ സൊസൈറ്റിക്കെതിരെ കൊടുത്തിട്ടുണ്ട്. ഒരു കേസും കോടതിയിൽ എത്തിയിട്ടില്ലേ, മുന്നോട്ട് പോകുന്നില്ല. കോടതിയിൽ ഒന്നെടുക്കും, അത് കഴിഞ്ഞാൽ പിന്നെയില്ലേ ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ മാറ്റി വെച്ചു പോകുന്നത്, കേസ് എടുക്കുന്നില്ല. ഒരു കേസിലൊരു വിധി വന്നു. ആ വിധിയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഗവൺമെൻറ് കമ്പനിയാണ്, 91% ഗവൺമെൻറ് ഷെയറുള്ള കമ്പനിയാണെന്ന്. അതാണ് ലാസ്റ്റ് എനിക്ക് കിട്ടിയ വിധി. ഈ തൊഴിലാളികൾ സൊസൈറ്റിയുടെ എതിരെ ഞാൻ കുറച്ച് കേസിന് എനിക്ക് കിട്ടിയ വിധിയാണ്. 91% ഗവൺമെൻറ് ഷെയറുള്ള കമ്പനിയാണത്. അതുകൊണ്ട് അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് അവർക്ക് ടെൻഡറില്ലാതെ വർക്ക് കൊടുക്കുന്നതിനോ അവരുടെ കാര്യങ്ങളിൽ ചോദ്യം ചെയ്യുന്ന പ്രസക്തിയില്ല. അതായത് ഗവൺമെൻറ് കേരള PWDക്ക് പാരലായിട്ടുള്ളൊരു സംവിധാനം പണ്ട് ഉണ്ടായിരുന്ന കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും ബ്രിഡ്ജസ് കോർപ്പറേഷനും ഒക്കെ പോലെ ഒരു സംവിധാനമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നതാണ് ഇപ്പം പറഞ്ഞു വരുന്നത്. അതാണ് അവർ തന്ന മറുപടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സംവിധാനം അവരാണ് ഈ വന്നിട്ട് 1 ലക്ഷവും 2 ലക്ഷവും 3 ലക്ഷവും രൂപയുടെ ചെറിയ പ്രവൃത്തികൾ പോലും എടുത്ത് ഉപജീവന മാർഗത്തിന് വേണ്ടി മാത്രം കരാർ മേഖലയിൽ വന്നിരിക്കുന്ന സാധാരണക്കാരെ ഒരു കരാറുകാരൻ സ്വന്തം ചിലവ് 5, 10, 25, 50 ലക്ഷം രൂപ മുടക്കി പണിയെടുക്കുമ്പോൾ അയാളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ അയാളുടെ സുഹൃത്തുക്കൾ ഇങ്ങനെ അയാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന 5-10 ആൾക്കാർ കൂടി ഉണ്ടാകും. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു 10,000 കരാറുകാരുണ്ടെങ്കിൽ ഏകദേശം 1 ലക്ഷത്തോളം ആൾക്കാരുടെ ഉപജീവന മാർഗമാണ് ഇവർ. ഇത് തികച്ചും നമ്മളെ ഈ സംസ്ഥാനത്തുള്ള ആൾക്കാരാണ്. അവരുടെ ഉപജീവന മാർഗം ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നേരെ തിരിച്ച് ഈ പറയുന്ന ഒരാളുടെ സൊസൈറ്റി എടുക്കുന്ന പണികൾ മുഴുവൻ ചെയ്യുന്നതോ മുഴുവൻ അന്യ സംസ്ഥാന തൊഴിലാളികളും മിഷണറിയാണ്. അതിലൊരു സാധാരണ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഒരു ഇൻവോൾവ്മെൻറ്റും അവരുടെ പ്രവർത്തികൾക്ക് ഇല്ല എന്നുള്ളതാണ് വസ്തു. ഈ സംഭവങ്ങളെ പ്രൊജക്റ്റ് ചെയ്യാനോ ഇതിനെതിരെ പ്രതികരിക്കാനോ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമോ അല്ലെങ്കിൽ MLAമാരോ അല്ലെങ്കിൽ ഭരണകൂടമോ അല്ലെങ്കിൽ കരാർ മേഖലയിലോ കരാർ സംഘടനകളോ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. നേരത്തെ നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ശ്രീ
നമ്മുടെ പ്രിയപ്പെട്ട ദിവാരാട്ടൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളാൽ നമ്മുടെ ഈ പരിപാടികളിലൊന്നും പങ്കെടുക്കാൻ പറ്റാതെ വീട്ടിലിരിക്കുകയാണ്. അദ്ദേഹത്തെയും എല്ലാം ഈ സമയത്ത് നമുക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സമയം പ്രവർത്തിച്ച ആളുകൾ ആയിരുന്നു ശ്രീ ദിവാരാട്ടൻ. അദ്ദേഹത്തെയൊക്കെ ഈ സമയത്ത് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഓർത്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ 2018 തൊട്ട് 2024 നിൽക്കുന്ന ഈ സമയത്ത് പ്രവർത്തനങ്ങൾ ഇനിയും മെച്ചപ്പെട്ട രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ ഈ പുതിയ ഭാരവാഹികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആശംസാ പ്രസംഗം നിർത്തുന്നു. ജയ് GC. ഇന്ന് കണ്ണൂർ ജില്ലയിൽ ഒരു സംഘടനയ്ക്കും നടത്താൻ പറ്റാത്ത വിധത്തിൽ ജില്ലാ സമ്മേളനം വളരെ ഭംഗിയായിക്കൊണ്ട് നല്ല സ്ഥല സൗകര്യം AC റൂമിൽ വെച്ച് നടത്താൻ പറ്റും. 5 പൈസ ചെലവില്ലാതെ ഓരോ മെമ്പർമാർക്കും നമുക്കിവിടെ വന്നിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സംഘടനയുടെ വിജയം തന്നെയാണ്. മേലിലും ഈ സംഘടനയ്ക്ക് വളരെയേറെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അതിനുവേണ്ടി നമ്മുടെ സംസ്ഥാന നേതാക്കന്മാരും മറ്റ് എല്ലാ ആളുകളും സഹായം നൽകണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ട കരാർ സുഹൃത്തുക്കളോട് ഒന്നും പറയാനുള്ളത്, നേരത്തെ ഒരു പ്രാസംഗികൻ ഈ ഹോളിൽ നിറയെ കരാറുകാരുണ്ടായിരുന്നു 4 വർഷം മുമ്പേ എന്ന് പറയുമ്പോൾ നമ്മളിൽ നിന്ന് എത്ര പേർ കൊഴിഞ്ഞു പോകുന്നുണ്ട്, ഈ മേഖല മതിയാക്കി പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. പ്രധാനപ്പെട്ട കാരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള പീഡനം മാത്രമല്ല, നമ്മളുടെ ഈ വിലോ കൂട്ടിയെന്ന് അഭിവാഞ്ജയാണ്. 4 വർഷം ഈ ഫീൽഡിലുണ്ടെങ്കിൽ 5ാമത്തെ വർഷം അയാളെ കാണുന്നില്ല എങ്കിൽ പൂർണ്ണമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം തയഞ്ഞു തീർന്നു, മെഷീൻ തയഞ്ഞു തീരുന്ന പോലെ തയഞ്ഞു തീർന്നു എന്ന് മാത്രമേ നമ്മൾ കാണേണ്ടതുള്ളൂ. കിട്ടാവുന്ന പണം അതല്ലെങ്കിൽ കെട്ടികളെ താലി പണയം വെച്ചുകൊണ്ട് അതല്ലെങ്കിൽ അയൽവക്കക്കാരൻ്റെ കീശയിലെ പൈസ എടുത്തുകൊണ്ട് കരാർ പ്രവൃത്തി നടത്തേണ്ട കാലഘട്ടം കഴിഞ്ഞു. ഇനി കെട്ടിയിരിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ കമ്പനിക്കാർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ മൂലധനമില്ലാതെ ഒരു കരാറുകാരനും ഈ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട കരാർ സുഹൃത്തുക്കൾ, ഇപ്പോൾ നടക്കുന്ന ടെൻഡറുകളിൽ ഞാൻ പറഞ്ഞു തന്നത് റീടാറിംഗ് പ്രവൃത്തി പോലും ബിലോ കോട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നാളെ നിങ്ങൾ ഈ സമൂഹത്തിൽ കാണണം, സമൂഹത്തിന് ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം പറയുകയാണ്. നിങ്ങൾ ബിലോ കോട്ട് ചെയ്യാൻ പാടില്ല. കിട്ടുന്ന വർക്ക് ഒന്നൊന്ന് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഈ വർക്കിന് ക്വാളിറ്റി വേണം. ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത ഒരാളുകൾ വർക്കിന് ക്വാളിറ്റി വേണം. കരാറുകാരൻ കരാർ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തതാണ് എന്ന് പറയാനുള്ള ക്വാളിറ്റിയോട് കൂടി വർക്ക് ചെയ്യണം. അതുപോലെ ബിലോ ചെയ്തുകൊണ്ട് ക്വാളിറ്റി കുറക്കുക, അതല്ലെങ്കിൽ എഞ്ചിനീയർമാരുടെ പരിശോധന പാടില്ല എന്നല്ല, നിഷ്കർഷ കൃത്യമായി പാലിച്ചുകൊണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് കരാർ രംഗത്ത് നിൽക്കാൻ നിങ്ങൾ ബിലോ കോട്ട് ചെയ്യാതെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഈ സമൂഹത്തിന് മാതൃകയാകാൻ എൻ്റെ പ്രിയപ്പെട്ട കരാർ സുഹൃത്തുക്കൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം. നാളെ നമുക്ക് കാണേണ്ട ഒരവസ്ഥയിലേക്ക് ഈ കരാർ മേഖലയെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമ്മൾ തന്നെ കൈപിടിച്ച് ഉയർത്താൻ നമ്മൾ തന്നെ സഹകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാ യൂണിറ്റ് പ്രസിഡന്റുമാരും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുമെല്ലാം അതിനകത്ത് പങ്കാളികളാണ്. കഴിഞ്ഞ സമരം നമ്മൾ നടത്തുമ്പോൾ അവർ വലിയ വില കൂട്ടി. നമ്മൾ സമരം നടത്തി പിന്നീട് നമ്മൾ കണ്ട കാഴ്ച കുത്തനെ വില കുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? കുത്തനെ വില കുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ അവർക്ക് ഈ സാധനങ്ങളെല്ലാം ഈ ഹൈവേയിലെ വലിയ വൻകിട കമ്പനികൾക്ക് ഇറക്കി കൊടുക്കുമ്പോൾ കൃത്യമായി പണം കിട്ടുന്നു എന്ന് അവർ പറയുന്നുണ്ട്, നമുക്കറിയില്ല. പക്ഷേ ഈ ലഭ്യതയെല്ലാം കുറവ് വരുമ്പോൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അത് ബാധിക്കും. ഈ അസംസ്കൃത വസ്തുക്കൾ ലഭ്യമല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോയാൽ നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത് പൂർത്തിയാക്കാൻ, സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കാത്ത സാഹചര്യം വരും. ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികളാണ്. ഈ പ്രതിസന്ധികളെയെല്ലാം കണ്ടുകൊണ്ട് ഏറ്റെടുക്കുന്ന പ്രവൃത്തി ഒന്നാണെങ്കിൽ ഒന്ന്, അത് എസ്റ്റിമേറ്റ് റേറ്റിൽ 2018 റേറ്റ് 2024 എടുക്കാൻ വേണ്ടി നമ്മൾ നിർബന്ധിക്കപ്പെടുന്നത് ഏതാണ് സാഹചര്യമെന്ന് സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചു. ആ സാഹചര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. നമുക്ക് ഒരു കാരണവശാലും മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ള ഒരു പരിശോധന
എല്ലാവരും നടത്തണം. GSTയുമായി ബന്ധപ്പെട്ട് നിരന്തരമായ കത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നു കരാറുകാർക്കെല്ലാം. നിരന്തരമായി എനിക്ക് തോന്നുന്നു 2016 മുതലുള്ള കത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ആളുകൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി നമുക്ക് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ പേരുള്ള ഫൈനിൻ്റെ പേരിലുള്ള ഫൈനും എല്ലാം ഉണ്ട്. എങ്ങനെയാണ് ഇതിനൊക്കെ മറികടക്കാൻ സാധിക്കുക? ഒരായുധവും നമ്മുടെ മുമ്പിലില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെയും അതുപോലെ ഉത്തരവാദപ്പെട്ടവരുടെയും എല്ലാം മുമ്പിലേക്ക് നമ്മൾ ഓച്ചാനിച്ച് നിൽക്കുന്നതിന് പകരം നിവർന്നു നിന്ന് ചോദിക്കാനുള്ള സാഹചര്യം ആസന്നമായിരിക്കുന്നു. ഒരു ഉദ്യോഗസ്ഥന് മുമ്പിലും തലകുനിച്ച് പോകേണ്ടുന്ന ഒരു സാഹചര്യമില്ല. അവരുടെ മുമ്പിൽ നെഞ്ഞു വിരിച്ചുകൊണ്ട് ഞങ്ങളുടെ അവകാശങ്ങൾ എഴുതി തരുന്നില്ലെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് പോകണ്ട എന്ന് തീരുമാനിക്കുന്ന ശൈലിയിലേക്ക് കരാറുകാർ മാറിയില്ലെങ്കിൽ നമുക്കുണ്ടാകാൻ പോകുന്ന പ്രയാസമാണ്. ആ പ്രയാസങ്ങളെല്ലാം പരിഹരിക്കണം. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ മുന്നോട്ടുള്ള കുടുംബത്തിൻ്റെ ജീവിത സാഹചര്യം മെച്ചപ്പെടുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് നമ്മളുള്ളത്. ആ പോരാട്ടത്തിൻ്റെ ഭാഗമായി നമുക്ക് ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമോ ആ വഴികളെല്ലാം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത നിങ്ങളെ എല്ലാവരെയും ഞാൻ മനസ്സിൽ തട്ടി അഭിവാദ്യം ചെയ്യുന്നു. കഴിഞ്ഞ 3 വർഷം എനിക്ക് പിന്തുണ നൽകി എന്നെ പ്രസിഡൻ്റായി അംഗീകരിച്ച നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിനെ ഞാൻ അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ വൈസ് പ്രസിഡൻറ്റും പുതിയ കമ്മിറ്റിയിൽ പ്രസിഡന്റുമായ ശ്രീ മോഹനാട്ടം ഉൾപ്പെടെയുള്ള പുതിയ ടീമിന് എല്ലാവിധത്തിലുള്ള വിജയാശംസകൾ നേരുന്നു. ഒറ്റക്കെട്ടായി നിൽക്കുക, എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. ഏത് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായാലും നമുക്ക് മറികടക്കാം. താൽക്കാലികമായി ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവിടെ പരിഹരിക്കുക, ഒരുമിച്ച് പോവുക. നമുക്കറിയാം കഴിഞ്ഞ 2 നമ്മുടെ സഹകരണ സൊസൈറ്റിയുടെ തെരഞ്ഞെടുപ്പിലും വലിയ പോരാട്ടമാണ് നമ്മളെല്ലാവരും നടത്തിയത്. ആ സഹകരണ സൊസൈറ്റി ഒരു പരിധിവരെ നമുക്ക് സഹായകരമായ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. അതിനെ കുറച്ചുകൂടി കരുത്ത് ഏകുന്ന തരത്തിലുള്ള സാമ്പത്തിക ഒരു ചട്ടക്കൂട് അതിനകത്ത് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അതിനെല്ലാം നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ അനിവാര്യമാണ്. അത് സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഇനിയും ആളുകൾ വരും. ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും നമുക്ക് റിബലായി വന്നു നിന്ന ആളുകൾ ഇനിയും വരാം. അത്തരം ആളുകളെയൊക്കെ മാറ്റി നിർത്താനും ഒറ്റക്കെട്ടായ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്താൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ആവർത്തിക്കുന്നു, നമ്മളെ വെല്ലാൻ മറ്റൊരു സംഘടന കണ്ണൂർ ജില്ലക്കകത്തുണ്ടാകില്ല. ഇനിയും ആളുകൾ ഇതിനകത്തേക്ക് വരും എന്നതിലൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഒരാളും ഈ മേഖല വിട്ടൊഴിയുന്നവരൊഴിച്ച് ഈ മേഖലയിൽ നിൽക്കുന്ന ഒരാളും മറ്റൊരു സംഘടനയിലേക്ക് പോകില്ല എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. കാരണം അങ്ങനെയുള്ള ഒരു കൃത്യമായ സംഘടനാ പന്താവ് ഈ പ്രസ്ഥാനത്തിന് ഉണ്ട് എന്ന് ഞാൻ കൃത്യമായി ഇതിനകത്ത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിൽക്കുമ്പോൾ ബോധ്യപ്പെട്ട ഒന്നാണ്. എൻ്റെ കടമ നന്ദി പറയുക എന്നുള്ളതാണ്. ആദ്യമായി തന്നെ ഈ യോഗം നിയന്ത്രിച്ച് അധ്യക്ഷൻ രജിത് സാറിന് ഞാൻ ഈ യോഗത്തിൻ്റെ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. രണ്ടാമതായി നമ്മുടെ ക്ഷണസീറ്റിലെത്തിയ MLA സുമേഷ് സാറിന് ഈ യോഗത്തിൻ്റെ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ആശംസാ പ്രസംഗം നടത്തിയ സംസ്ഥാന പ്രസിഡന്റ് KK രാധാകൃഷ്ണൻ അവர்களுക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ വേദിയിൽ ഉള്ള നേതാക്കൾക്ക് ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ നമ്മുടെ ഈ 4 കൊല്ലമായി ഈ സ്പോൺസർ ഇത് പ്രസ്ഥാന സമ്മേളനത്തിൻ്റെ സ്പോൺസർ ചെയ്ത കാറ്റർപില്ലർ, അമാൻ ഓട്ടോമൊബൈൽസ്, ടാറ്റ ഹിറ്റാച്ചി ഈ 3 കമ്പനികൾക്കും എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കലാ സുഹൃത്തുക്കൾക്കും മാധ്യമ സുഹൃത്തുക്കൾക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.